ഓണായതുകൊണ്ട് ഇപ്പോൾ എന്നും ഒരു പരിപാടി പൂ പറിക്കാൻ പോകലാണ് കേട്ടോ. ശരിക്കും പൂ പറിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കിത്തൂന് അതൊരു ഇഷ്ടമാണ് സൈക്കിളൊക്കെ ഓടിച്ച് വെറുതെ ഇങ്ങനെ നടക്കാൻ. അപ്പോൾ അതാ ഈ ഒരു പൂ കണ്ടില്ല, അത് ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് നീല ശംഖുപുഷ്പം. അത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോകണേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കിത്തു ഗ്രൗണ്ടിൽ കയറി സൈക്കിളൊക്കെ ഓടിക്കട്ടെ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിത്തുന്. കാരണം സൈക്കിൾ ഇതുവരെ നമ്മുടെ മുറ്റത്ത് മാത്രമല്ലേ ഓടിച്ചിട്ടുള്ളൂ, റോട്ടിലേക്ക് ഇറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വണ്ടികളൊരു തിരക്കൊണ്ട് നമുക്ക് റോട്ടിലേക്ക് ഇറക്കാനൊക്കെ പേടിയാണ്. അങ്ങനെ ഇതാ കുറേ നേരം കിത്തു ഈ ഗ്രൗണ്ടിൽ തന്നെ ഓടിച്ചു വട്ടം കറക്കി കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടാവാടി കണ്ടപ്പോൾ ആളൊന്ന് സ്റ്റക്കായി. അതിനെ തൊട്ട് ഉണർത്താനോ ഒക്കെ നോക്കി പോയിട്ടോ. ഇത് അത്രയും പൂക്കളൊക്കെ കിട്ടി. നാടൻ പൂവിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇന്ന് ഞാനാണ് അംഗനവാടിയിൽ കൊണ്ടാക്കിയത് കിത്തുവിനെ. അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് ടീച്ചർ അയച്ചെന്ന വീഡിയോസ് ആട്ടത്തേക്ക് 2 ദിവസം കഴിഞ്ഞ് ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ സ്പൂണും അതുപോലെ കസാരക്കളിയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നു. പക്ഷേ കിത്തുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ കൂടിയാൽ പിന്നെ ആൾ കളിക്കുമോ, അതിലിറങ്ങുമോ എന്നൊക്കെ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കസേര കളിക്കുകയാണെങ്കിലൊക്കെ ഇതാ കിത്തു നന്നായിട്ട് കളിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിത്തുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കളിച്ചിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം കളിച്ചപ്പോൾ ആൾ കരഞ്ഞു കസാര കിട്ടായിട്ട്. പിന്നെ അങ്ങനെ കളിയുടെ നാക്ക് മനസ്സിലായപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ കളിക്കലൊക്കെ തുടങ്ങി. അപ്പം അങ്ങനെ അവർ കളിക്കുന്ന വീഡിയോസൊക്കെ ടീച്ചർ അയച്ച് തന്നപ്പോൾ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അംഗനവാടി വിട്ട് കഴിഞ്ഞ് ഞങ്ങളൊന്ന് അങ്ങാടി പോയി. കാരണം കിത്തുവിൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പയും മാമയൊക്കെ ഉണ്ടായപ്പോൾ ആ ഡ്യൂട്ടി അങ്ങനെ കഴിഞ്ഞത്. ഇതിപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ അത് ആ സൈഡ് മാത്രം അങ്ങനെ എടുത്ത് ബാക്ക് കുറച്ച് ലെങ്ത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ വലിയ അലമ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്യാനൊക്കെ ഇരുന്നു. ഇതാണൊരു ഫൈനൽ ലുക്ക് വരുന്നത് ഹെയർ കട്ട് ചെയ്തിട്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ 2 വരയൊക്കെ ഉണ്ടായിരുന്നു, ഈ സൈഡിൽ അല്ല അപ്പുറത്തെ സൈഡിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.